ഹലോ നമസ്കാരം. വന്ദേ മാതരം പൂർണ്ണമായി പാടിയാൽ എന്താണ് തകരാറ്? അത് ദേശസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഗാനമല്ലേ? പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും എന്തിനാണ് വന്ദേ മാതരം പൂർണ്ണമായി പാടുന്ന സമയത്ത് അത് തടയാൻ വേണ്ടി ശ്രമിച്ചത്? അതിനുശേഷം അത് തടഞ്ഞതല്ല, കസേരയ്ക്ക് വേണ്ടിയുള്ള ആംഗ്യമായിരുന്നുവെന്ന് എന്തിനാണ് AICC ഒരു നിലപാടെടുത്തത്? ഈ പശ്ചാത്തലത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ എന്റെ നേർക്ക് വന്നു. അതുകൊണ്ട് തന്നെ സംക്ഷിപ്തമായി എന്താണ് വന്ദേ മാതരം, എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവാദം, ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വന്ദേ മാതരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ഭരണഘടനാ അസംബ്ലി 950 ജനുവരി 20 അംഗീകരിച്ച ടാഗോർ നമുക്ക് സമ്മാനിച്ച ദേശീയ ഗാനം ജനഗണമന യഥാർത്ഥത്തിൽ എത്ര ദൈർഘ്യമുള്ള, എത്ര ഖണ്ഡങ്ങളുള്ള ഗാനമായിരുന്നു? 5 ഖണ്ഡങ്ങൾ. അത് മുഴുവൻ പാടിയാൽ 3-4 മിനിറ്റ് എടുക്കും. ഭാരതോ ഭാഗ്യ വിധാത എന്നുള്ളതായിരുന്നു ആ കവിത. പക്ഷെ നമ്മൾ ദേശീയ ഗാനമായി തിരഞ്ഞെടുത്തത് ഒറ്റ ഖണ്ഡികയാണ്. 52 സെക്കൻഡ് മാത്രമുള്ള ഖണ്ഡിക. എന്തുകൊണ്ടാണ് മറ്റു ഖണ്ഡികൾ നമ്മൾ പാടാത്തത്? അതേക്കുറിച്ച് ആരും ചോദിക്കുന്നില്ലല്ലോ. ഇതാണ് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ആദ്യം പ്രതികരിക്കാൻ ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഘടകം. ഇനി ഞാൻ വന്ദേ മാതരത്തിലേക്ക് വരാം. വന്ദേ മാതരം ബങ്കിങ് ചന്ദ്ര ചാറ്റർജി ചതോപാധ്യായാണ് ബംഗാളിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ നോവലായ ആനന്ദ മഠത്തിന്റെ ഭാഗമായി വന്നു. ആ കാലഘട്ടത്തിലെ ബംഗാളിലെ ഹിന്ദു മുസ്ലിം കലാപത്തിന്റെ പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ ആ നോവലിന്റെ ഇതിവൃത്തം. ഒരുപാട് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ആനന്ദമഠം എന്നുള്ള നോവലിലുണ്ട്. അത് മാത്രമല്ല, ആ വന്ദേ മാതരത്തിന്റെ അവസാന ഖണ്ഡികളിലൊക്കെ ഒരുപക്ഷെ ഒരു ശരാശരി ഇസ്ലാമിന്റെ വിശ്വാസത്തിന് ചേരാത്ത രൂപത്തിലുള്ള ഹിന്ദു ദേവതകളുടെ ഒരു വർണ്ണനയുണ്ട്. അപ്പോൾ ഈ വിഷയം